Hello friends, I am Nissa from Nissas kitchen. Welcome to my channel. ഇന്ന് നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന എരിശ്ശേരിയുടെ ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത്. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേന 250 ഗ്രാം. ചേന തൊലി കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അരപ്പിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തേങ്ങ ചുരണ്ടിയെടുത്തത് അരമുറി, 2 ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഒരെണ്ണം, നല്ല ജീരകം 1/4 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കടുക് 1 ടീസ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 5 എണ്ണം, ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില 2-3 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ആദ്യമായിട്ട് ചേന ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത ചേന ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് വരാനാണ് ഞാനിത് പ്രഷർ കുക്കറിൽ വേവിക്കുന്നത്. ചേനയുടെ വേവ് അനുസരിച്ച് ചിലപ്പോൾ കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. 2 വിസിൽ വന്ന ശേഷം തുറന്ന് നോക്കുക. കുക്കായിട്ടില്ലെങ്കിൽ 1 വിസിലൂടെ അടുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചുരണ്ടിയതിലോട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. കോക്കനട്ട് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലിലോ വെച്ചിട്ട് ഇതുപോലെ നല്ല വെണ്ണ പോലെ വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട്. അടുത്തായിട്ട് നമുക്ക് വറവൽ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനും പൊട്ടി വരണം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കടുക് ഇട്ടാൽ വളരെ പെട്ടെന്ന് പൊട്ടി വരും. ഇനി ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോ ഹീറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം വേണം കുറച്ച് തേങ്ങ ചേർത്ത് ഫ്രൈ ആക്കാനായിട്ട്. ഞാനിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്യണം. തേങ്ങ നന്നായിട്ട് മൂത്ത് ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇതിനെ ഫ്രൈ ചെയ്യണം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. മുളക് പൊടി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഈ അടുപ്പിന് നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഗ്യാസ് സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ ലോ ഹീറ്റിലിട്ടിട്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ മുളക് പൊടി നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങി മാറ്റി വെക്കാം. ഇത് അവസാനം കറിയിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ചേന നന്നായി വെന്ത് വന്നതിന് ശേഷം ഞാൻ കുക്കറിൽ നിന്ന് ഒരു മൺചട്ടിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ തന്നെ നമുക്ക് കുക്കിംഗ് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ പാത്രം മാറ്റണമൊന്നുമില്ല. ഒരു 2 വിസിൽ വന്നപ്പോഴേക്കും ചേന നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. കൂട്ടത്തിൽ ഇതുപോലെ ചേന ഒന്ന് ഉടച്ചു കൊടുക്കണം. ഞാനൊരു വലിയ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ചേന വേവിച്ചത്. കാരണം ഈ കറിക്ക് കുറച്ചൊരു ചാറ് വേണം. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് ചേന വേവിച്ചാലും കുഴപ്പമില്ല. ലാസ്റ്റ് എന്നാൽ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം പിന്നീട് ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് അരപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇതൊരു ലോ ഹീറ്റിലേക്ക് ഇടുക. ഇനി കറി തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഇതിനെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. കറി ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്നും ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട്
കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കടുക് താളിച്ചതിലോട്ട് നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കോക്കനട്ട് ഫ്രൈ ചെയ്ത് ചേർക്കുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. നമ്മൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തേങ്ങ വറുത്തിടാറുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കാം. ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ട്. എരിവ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ അല്പം കുരുമുളക് പൊടി ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞ് നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചേനക്കറിയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. എരിശ്ശേരിയുടെ ടേസ്റ്റിലുള്ള ഈ കറി വൈറ്റ് റൈസിനൊപ്പം വളരെ നല്ല കോമ്പിനേഷനാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. റെഗുലറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്തവർ ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക. താങ്ക്